Father, we thank you for this precious time. Yes. Jesus, we thank you that you are the Lord over our lives. Amen. Jesus, we exalt you. Yes, Lord. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ Yes, ഉയർത്തുന്നു. Lord. We proclaim your lordship. Yes. We thank you, Jesus, Thank you. that we stand victorious by your blood. We stand victorious in your name. We magnify and we glorify your holy name. Yes, Lord. ഇന്ന് പകലും കർത്താവെ അങ്ങേ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഒരുമിച്ച് അങ്ങയുടെ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും കേൾക്കുവാനും എല്ലാം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഓരോ മക്കളെയും കർത്താവ് അവർ എവിടെ നിന്നാണ് ട്യൂൺ ഇൻ ചെയ്തിരിക്കുന്നത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ അകത്ത് ഞങ്ങളെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും എല്ലാം ദൈവ സാന്നിധ്യത്തിനകത്ത് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നാളുകളിൽ ഞങ്ങളെ കാക്കുന്ന പരിപാലിക്കുന്ന ഞങ്ങളുടെ വലിയ കൃപയ്ക്കും സ്നേഹത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജുഡമാന അതുരികടക അഞ്ചലാദന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് സ്ട്രീം ചെയ്യുന്ന ഓരോ മക്കളും കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് അല്പനേരം അന്യഭാഷയിൽ ആരാധിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വീഴേണ്ടതിന് supernatural impartation of thy spirit, Father. In the name of give you glory and honor. Thank you, Lord. Thank you, Lord. Thank you, Jesus. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങ സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിൽ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം. ആമേ. ഓ എന്താതിശയമേ. Thank you, Lord. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പാൻ ആയിരം ആയിരം നാവുകളാൽ അത് Jesus, we worship you. പതിനായിരത്തിൽ ഒരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. പതിനായിരത്തിൽ അമ്മേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം. Amen. Hallelujah. Praise God. Hallelujah. What a joy to be in the presence of the Lord. Amen. Amen. ഇന്ന് ദൈവം തന്നിരിക്കുന്ന വാക്യം നമ്മളോട് തന്നിരിക്കുന്ന ഞാൻ വേറൊരു വാക്യമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് ആക്ച്വലി. എന്നാൽ ദൈവം എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച വേറൊരു വാക്യമാണ്. അത് നമുക്ക് പരിചയമുള്ള വാക്യമാണ്. സങ്കീർത്തനം 91 അതിൻ്റെ 14 വാക്യം. Psalms 91 verse 14. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. Amen. വായിച്ചു 15 16 കൂടെ വായിച്ചു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമേകും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. Amen. Hallelujah. ഇന്നത്തെ മെസ്സേജിൽ ഒരു ടൈറ്റിൽ കൊടുക്കാനാണെങ്കിൽ സങ്കീർത്തനം 91 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ preserved by the love of God. Amen.
ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ ദൈവം സൂക്ഷിക്കുന്നു. Amen. Praise the Lord. ഈ നാളുകളിൽ ഭയപ്പെടണ്ട. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത് കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തിലും നമുക്ക് കർത്താവിനുള്ള സ്നേഹത്തിലും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. Amen. ഈ വായിച്ച വാക്യത്തിന്റെ അകത്ത് എത്ര അനുഗ്രഹങ്ങളാ സ്നേഹിക്കുന്നവർക്ക്. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ വിടിവിക്കും. Amen. അവനെ ഞാൻ ഉയർത്തും. Amen. അവൻ എന്റെ നാമത്തെ അറിഞ്ഞതിനാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് അപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവന്റെ കൂടെ നിൽക്കും. Amen. അവൻ I'll honor him. പിന്നെ വായിച്ചത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോണം. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. എന്റെ വലിയ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കർത്താവിനെ സ്നേഹിച്ചാലുള്ള മെച്ചം ഇതങ്ങ് വായിച്ചിട്ട് ധ്യാനിക്കണം. Amen. Praise the Lord. We are divinely preserved by his love. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നമ്മൾ അറിയണം. 2, ഇന്ന് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഭാരം എന്താണെന്നറിയാമോ? ദൈവം നമ്മൾക്ക് ചിന്തിക്കാൻ അപ്പുറം, നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഒക്കെ അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുക. പക്ഷെ ഒരു റെസിപ്രോക്കലായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ലെവലിൽ നമുക്ക് പറ്റുന്നില്ല. Today I have with me Jijo and Ruth. ജിജോയുടെ മോളാണ് റൂത്ത്. Amen. Let me ask you, നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ട്, you love your daughter, സ്നേഹിച്ചിട്ട് ആ ലെവലില് അവര് തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്നില്ലെങ്കിൽ ഉള്ള ഭാരം എന്താ? വെരി സാഡ്. അതാണ് ഇന്ന് വേദപുസ്തകം പഠിക്കുമ്പോ ദൈവം നമ്മളെ സ്നേഹിച്ചു, സ്വന്തം പുത്രനെ വരെയും യാഗമായി തന്നു. He spared not his son എന്ന Romans 8:32. He spared not. അതായത് മലയാളത്തിൽ ആ വാക്കുന്ന spare not മാറ്റിവെച്ചില്ല, നമുക്കായി സ്പെയർ ചെയ്തില്ല, നമുക്ക് തന്നു. നമുക്ക് ദൈവം സ്വന്തം പുത്രനെ തന്നു. Amen. Praise the Lord. നമ്മൾ കർത്താവിന് സ്പെയർ ടൈം പോലും കൊടുക്കുന്നില്ല. സാവണ ഇന്നത്തെ മെസ്സേജിന്റെ അകത്ത് 2 കാര്യമാണ് പറയാൻ ആഗ്രഹം. ഒന്ന്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. I pray that you will understand it. Amen. 2, what it means to love God. നമുക്ക് what does it mean നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? 3, the benefits of loving God. Oh yes. Amen. പറയാമോ? Can you say that with me, Ruth? ദൈവസ്നേഹം അറിയുക. What does it mean to love God? What does it mean to love God? And the benefits of loving God. The benefits of the love of God. Amen. Amen. Hallelujah. Hallelujah. Who do you love the most, father or mother? Both. Remember your mother is watching. എന്നാലും ഒരു പൊടി. Both. Both. Yes. Huh? Yes. You get pocket money from both of them, അല്ലേ? ഒരു പൊടിയായ കൂടുതൽ സ്നേഹം അനില്ല. ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത്? Why does God love us? Definitely, that is it. Definitely because we are his children. We are weak. Definitely. എൻ്റെ വല്യമ്മച്ചി പറയായിരുന്നു, ഏറ്റവും വീക്കായിട്ടുള്ള മക്കളോടാണ് ഇച്ചിരി ഒരു പൊടി സ്നേഹം കൂടുതലെന്ന് പറയും. അപ്പൊ 3 പിള്ളേരിൽ ആരോടാ സ്നേഹം? I am the weakest of all of the weak. Amen. See, God loves us because he shared his nature with us. Amen. Genesis 1. ആദിയിൽ ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചു. God created us in his own image and likeness. See, nobody shares
the most treasured possession with anybody usually, അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ളത് ആരും ഷെയർ ചെയ്യല. ദൈവത്തിന്റെ തന്നെ സാദൃശ്യവും ലൈക്ക്നെസ് ആൻഡ് ഇമേജ്, സാദൃശ്യവും ഛായയും ദൈവം മനുഷ്യനായിട്ട് മൃഗങ്ങളായിട്ട് ഷെയർ ചെയ്തില്ല. മനുഷ്യനായിട്ട് ദൈവം ഷെയർ ചെയ്തു. God shared that with you and me. Can you imagine that? He shared his nature with us. അത് മനുഷ്യൻ പാപം മുഖാന്തരം കളഞ്ഞു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ യാഗം മുഖാന്തരം ദൈവം നമുക്ക് അത് തിരിച്ചു തന്നു. Amen. So we have the same image of Jesus in us. Hallelujah. ദൈവം മകനെ യേശുവിനെ ഒരു പ്രാവശ്യം എന്നേക്കുമായി തകർത്തു നമുക്ക് വേണ്ടി. തകർത്തതുകൊണ്ട് നമ്മൾ തകരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. വാ തുറന്ന് പറ, ദൈവം ഞാൻ തകരുവാൻ സമ്മതിക്കുകയില്ല. Amen. 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 See, God gave the highest. ഏറ്റവും വലിയത് ദൈവം തന്നു, സ്വന്തം പുത്രൻ. പിന്നെ God will not withhold the lowest things from us. Amen. Amen. ദൈവത്തിന് ഏറ്റവും വലിയതും മടിയുള്ളതും സ്വന്തം പുത്രനെ തരാനായിരുന്നു. പക്ഷെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് തന്നു. Hallelujah. പിന്നെ ബാക്കിയെല്ലാം പുത്രനെക്കാട്ടും താഴെയാ. Are you with me? Amen. So God will give us. Amen. If he spared not his only son, how much more together with Jesus will he give us all things? Amen. Amen. വാർത്തർന്ന് പറ, ദൈവം എനിക്ക് വേണ്ടി എല്ലാം തരും. യേശുവിനെ തന്നെങ്കിൽ അതിനോടൊപ്പം യേശുവിനോടൊപ്പം ദൈവം എനിക്ക് എല്ലാം തരും. അല്പനേരം കരങ്ങളടിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രൈസ് കരങ്ങളടിച്ച് അല്പനേരം പരിശുദ്ധാത്മാവിൽ ആരാധിച്ചാട്ടെ. Let this revelation bring the manifestation of every blessing into your life. കൽപരാജലം ദീപരാജം ദൽപരാജം സ്വധ്വാദ്വാരതേ നിവ്രസ്വാധ്വാനദാരിയ. Thank you, Lord. Thank you, Jesus. Praise you, Lord. Thank you. Amen. Hallelujah. Thank you, Jesus. Amen. Hallelujah. Highest expression of God's love ആ പുത്രനെ തന്നത്. God, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് യേശുവിനെ സ്നേഹിച്ചതുപോലെയാണ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് പോലെയാണ്. John 17:23, Gospel of John 17:23. യോഹന്നാൻ 17:23 വാക്യം. യോഹന്നാൻ 17:23. യെസ്, അത് ആരാ വായിക്കുന്നത്? നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. ശ്രദ്ധിച്ചോ? യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. Amen. Praise the Lord. ദൈവം പറയാ, പിതാവും യേശുവും ഒന്നാ. Do you believe that? And the Holy Spirit, they are one. Amen. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായതുപോലെ നമ്മളും ഒന്നാകേണ്ടതിന്. See, if the revelation brings manifestation. Amen. നീ ഒറ്റയ്ക്കായിരിക്കും, ഒരു മുറിക്കകത്ത് ഐസൊലേഷൻ വാർഡിലായിരിക്കാം, എന്നാൽ നീ ഒറ്റയ്ക്കല്ല. Yes. Amen. Just like the Father and the Son are one. യേശു ക്രിസ്തുവിൽ നിങ്ങളും പിതാവും പുത്രനോടും ഒപ്പം ഒന്നാണ്. Amen. Oh yes. Hallelujah. ഇതൊരു തിയോളജി അല്ല, ഇതൊരു റെവലേഷൻ ആയിരിക്കണം. Knowing that you are never alone. Amen. Knowing that you have the Father and the Son with you. You have the Holy Spirit with you. Amen. 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 I never travel alone. I always travel with the Father, the Son and the Holy Ghost. Amen. Hallelujah. Amen. Amen. Praise the Lord. Hallelujah. Amen. നമ്മുടെ പാട്ടുണ്ടല്ലോ, ഒരു പാട്ട്, We are one in the Spirit, we are one in the Lord, we are one in the Spirit, we are one in the Lord. Yes. Yes, let's try it.
We are one in the Spirit. We are one in the Lord. We are one in the Spirit. We are one in the Lord. Unity may one day be restored, and they'll know we are Christians by our love, by our love. Yes, they'll know we are Christians by our love, and they'll know we are Christians by our love, by our love. Yes, they'll know we are Christians by our love. Amen. Praise the Lord. Hallelujah. Amen. Amen. ആ പാട്ട് അത്ര അങ്ങ് ശരിയായില്ല അല്ലേ? കുഴപ്പമില്ല. നമ്മുടെ ബലഹീനതയിൽ കർത്താവ് ശക്തനാണ്. Amen. Amen. Hallelujah. Hallelujah. So, ദൈവത്തിന് നമ്മളെ നശിപ്പിക്കാൻ സാധ്യമല്ല. Because we are one with him. അതുകൊണ്ട് ജെറമ്യ 29:11 വാക്യത്തിൽ പറയുന്നത്, the thoughts that I have for your life is thoughts of peace, of blessing and prosperity, not for your destruction. Amen. Because how can you destroy yourself? God cannot destroy himself, and you are one with him. Amen. യേശുവിൽ നിങ്ങൾ പിതാവായിട്ട് ഒന്നാണ്. Are you with me? So ഒരു വൈറസിനോ ഒരു പൈശാചിക ശക്തിക്കോ ഒരു മന്ത്രവാദത്തിനോ ഒരു ആഭിചാരത്തിനോ എന്നെ നിന്നെയും തകർക്കുവാൻ സാധ്യമല്ല. Praise the Lord. Hallelujah. Blessed be the name of Jesus. Amen. See, his highest love ആണ് നമ്മളോടുള്ളത്. കർത്താവ് അങ്ങ് സ്നേഹിച്ചിട്ട് he is not getting നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലവ് തിരിച്ചു കിട്ടുന്നില്ല അല്ലേ? നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ട് അവർ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും അല്ലേ? ഞാൻ അത്ര വരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് ഭ്രാന്ത് പിടിച്ചവര്. അവരാരെയോ സ്നേഹിച്ചു, ആ വ്യക്തി തിരിച്ച് സ്നേഹിച്ചില്ല. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോ ഉണ്ട്, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങള് പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പണ്ട് പറയുന്നൊരു തമാശ പറയാം. പണ്ടൊരു മനുഷ്യൻ ഒരു പ്രാന്താശുപത്രി വിസിറ്റ് ചെയ്യാൻ പോയി. വിസിറ്റ് ചെയ്യാൻ പോയപ്പോ അവിടെ വലിയ പ്രാന്തില്ലാത്ത വരെ ഒരു താഴത്തെ ഫ്ലോറിൽ ഇട്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുക, ലുല്ലു ലുല്ലു ലുല്ലു. അപ്പൊ ഉടനെ ആ വ്യക്തി ചോദിച്ചു, ഡോക്ടറിനടുത്ത് ചോദിച്ചു, ഇതെന്തുവായി ഈ ലുല്ലു ലുല്ലു എന്ന് പറഞ്ഞൊരു പെണ്ണിന് ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പെണ്ണ് കെട്ടിയില്ല, ഇട്ടിട്ട് പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. അന്ന് തൊട്ട് പിടിച്ചേ പ്രാന്ത് എന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്ന മോളിലെ 3-ാമത്തെ ഫ്ലോറിൽ ചെന്നപ്പോൾ ഏറ്റവും ഭ്രാന്തുള്ളവരെ പൂട്ടിയിട്ടാക്കുന്ന സ്ഥലം. ചെങ്ങലക്കകത്തൊക്കെ ഇട്ട് ഇങ്ങനെ പൂട്ടിയിട്ടാക്കുക, ചെങ്ങലക്കകത്തൊക്കെ ഇട്ടാക്കുക. ഒരുത്തന്നെ അവിടെ ഇങ്ങനെ തല ഇങ്ങനെ ഡോറിന് ഇടിച്ചോണ്ട് ലുല്ലു ലുല്ലു ഭയങ്കര കാറ്റ്. ഡോക്ടർ വെച്ച് ഇത് എന്താ ലുല്ലു എന്ന് വിളിക്കുന്നത്? ഈ പാർട്ടിയാണ് ആ പെണ്ണിനെ കെട്ടിയെന്ന് പറഞ്ഞു. ചിലതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ആര് നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും ക്രിസ്തു സ്നേഹിക്കുന്നുണ്ട്. കൈപൊക്കി പറ, ആര് സ്നേഹിക്കുന്നില്ല എന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്. Amen. God loves you passionately. God loves you sincerely. God loves you unconditionally. God loves you with a perfect love. God His love. ദൈവം സ്നേഹമാണ്. നിന്നെ ദൈവം ഹൃദയം തുറന്ന് ഹൃദയം കീറി മുറിച്ച ഹൃദയത്തിൽ നിന്നുള്ള രക്തവും വെള്ളവും ചിന്തി നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. He loves you with an everlasting love. അവന്റെ കയ്യിൽ നിന്നും നിന്നെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധ്യമല്ല. ഇന്ന് പകലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയൊരു പകർച്ച നിങ്ങളുടെ അകത്തേക്ക് വരട്ടെ. പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യട്ടെ. May the Holy Spirit of God നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു റിലീസ് ഓഫ് His love. Amen. Praise the Lord. Hallelujah. Hallelujah. Amen. Amen. Praise the Lord. അപ്പം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യത്തെ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? What is the proof that you love God? എല്ലാവരും പറയും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. Do you love Jesus? Yes. I knew that. ഞാൻ ഈ പറയുന്ന പോയിന്റ് പറഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ട്
ഉണ്ടോ ഇല്ലയോ നോക്കണം. Five proofs that you love the Lord. What you talk about most of your time. എന്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആരെ കുറിച്ച് സംസാരിക്കുന്നു ഇസ് എ സൈൻ എന്തുവാ സ്നേഹിക്കുന്നത്. രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു ലവ് പൊളിറ്റിക്സ്. സ്പോർട്സ് കാര്യം മാത്രമാണെങ്കിൽ സ്പോർട്സ്. അല്ലേ? എപ്പോഴും എന്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യു ഹാവ് എൻ ഐഡിയ. ചില ദേവദാസന്മാര് ദൈവമക്കളുടെ ഒക്കെ ഇരിക്കുമ്പോഴത്തേന് ആ ഒരു ഉണർവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ഉണർവിനെ കുറിച്ചും വരാൻ പോകുന്ന ദൈവത്തിന്റെ മൂവിനെ കുറിച്ചും യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും, ബിക്കോസ് യു നോ ദ പാഷനേറ്റ്ലി തിങ്കിങ് ആൻഡ് ഡിസയറിങ്. What you have conversation about most of the time. What is your vocabulary? What is it? Matthew 12:34. Matthew 12:34. മത്തായിയുടെ സുവിശേഷം 12:34 വാക്യം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. From the abundance of the heart the mouth speaks. ഏതൊരു ടി വി ഷോ, ഏതൊരു മൂവിയെ കുറിച്ചോ പാട്ടിനെ കുറിച്ചോ, വാട്ട് ആർ യു സ്പീക്കിംഗ് അബൌട്ട്? രണ്ട് പ്രൂഫ് എന്താണ് that you really love സ്നേഹത്തിന്റെ? What you spend most of your time on. എന്തിലാണോ ഏറ്റവും കൂടുതൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് is an indication what you love. എസേക്കിയൽ 16:8 വാക്യം. അത് മലയാളത്തിൽ വേണ്ട, എനിക്ക് മലയാളത്തിൽ കൃത്യമായി അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇംഗ്ലീഷിൽ വായിക്കാം. എസേക്കിയൽ 16:8. എസേക്കിയൽ പഴയ നിയമത്തിലാണ്, 16th chapter verse 8. When I passed by you again and looked upon you, indeed your time was the time of love. Indeed your time was the time of love. See, time and love is connected there. Indeed your time was the time Of love. of love. അപ്പം സമയവും സ്നേഹവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ചിലർ പറയല്ലേ, ചിലവർ കള്ളു കുടിക്കും, മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ ഡ്രിങ്കിങ് അല്ലേ. എന്നാൽ ഇനി കുടിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഒരു പബ്ബിൽ പോയി ഇരിക്കാൻ, അല്ലെങ്കിൽ ബാറിൽ പോയി ഇരിക്കാൻ ഒരാഗ്രഹം. കുടിച്ചില്ലെങ്കിൽ പോലും 6-7 മണിക്കൂറൊക്കെ വേണമെങ്കിൽ അവിടെ ബാക്കി കുടിയന്മാരെയൊക്കെ ഷെയ്ക്കാൻ്റെയൊക്കെ ചെയ്ത് വർത്താനൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിച്ച്, എന്നുവെച്ചാൽ യു ലവ് സ്പെൻഡിങ് ടൈം ദർ. ക്ലബിലായിരിക്കാം. See what you love, that's where you will spend your most time. Amen. Amen. Praise the Lord. ഏറ്റവും അധികം കർത്താവ്, he's got his eyes on you. Amen. But he's saying they don't have time for me. They don't have. ജെറേമിയ 2:32 വാക്യം. അതിലൊരു പവർഫുൾ വേർഡ്. ജെറേമിയ 2:32. ജെറേമിയ 2:32 വാക്യം. ജെറേമിയ 2:32. Yeah. Can a maid forget her ornaments or a bride her attire? Yet my people have forgotten me days without number. ഒരു കന്യക തൻ്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തൻ്റെ അരക്കച്ചയും മറക്കുമോ? എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു. എണ്ണമില്ലാത്ത ദിവസങ്ങൾ പോയിട്ടും അവർ കർത്താവിനോട് ഇരിക്കുന്ന കാര്യം ഓർത്തിട്ട് പോയില്ല. They have forgotten. But that won't be our portion. Amen. Amen. ഈ ദിവസങ്ങളിൽ ഒരു മറിയ കർത്താവിന്റെ കാലിക്കൽ ഇരുന്നത് പോലെ, ഒരു മാർത്ത കർത്താവിനെ സെർവ് ചെയ്യാൻ റെഡി ആയിരുന്നത് പോലെ, കർത്താവ് എനിക്ക് അങ്ങയുടെ സമയം സ്പെൻഡ് ചെയ്യണം Lord. I want to spend my maximum time with you Lord. ദിവസങ്ങൾ മണിക്കൂറുകൾ, praise the Lord. I want to spend all the days of my life with you Lord. Amen. 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 3 പ്രൂഫ് എന്താണ് കർത്താവിനെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പ്രൂഫ് എന്താണ്? What consumes the bulk of your resources? See, what you spend money on,
എന്തിലുമാണോ പൈസ സ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം, അതിനെ സ്നേഹിക്കുന്നത്. ചിലവര് ക്ലോത്ത്സിലാ സ്പെൻഡ് ചെയ്യുന്നത്, വസ്ത്രങ്ങൾ മേടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇടാനൊരു ചാൻസ് പോലും ഇല്ല. ആകെ പറഞ്ഞത് കൂടുതൽ മേടിക്കേണ്ടത് നൈറ്റി ആയിരുന്നെന്ന് ആരോ പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല അല്ലേ? വസ്ത്രങ്ങൾ കൂട്ടി കൂട്ടി വെച്ചിട്ട് എന്തോ. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ നിറച്ച് വണ്ടികളാ. Men never outgrow their toys, you know, they love toys. It's the car. വണ്ടികൾ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ അല്ലേ? ചിലവരുടെ ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു ആൽക്കഹോൾ കളക്ഷൻ ഉണ്ട്. Amen. See, if you look, സ്നേഹിക്കുന്ന ഒരാള് ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. ചെലവാക്കും. When you were engaged with my sister, yeah, That's right. yeah. അതിന്റെ മുമ്പത്തെ വേർഡ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുവാണ്. That is not the right word, but you know, you would spend, അല്ലേ, the major part of your money. See, it's a sign of love. It's a sign of love. Matthew chapter 6 verse 21. മത്തായിയുടെ സുവിശേഷം 6:21. മത്തായിയുടെ 6:21. വളരെ ലളിതവും ഒക്കെ ആയിട്ടുള്ള വാക്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഇത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ അധികം നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കും. മത്തായി 6:21 വാക്യം. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. Where your treasure is, there your heart is. Amen. Your heart will be where your treasure is. That's the right way of putting it. യേശുവിലാണെങ്കിൽ you will want to spend for the gospel. You will want to spend for the kingdom of God. Oof. Your heart has to overflow with love for Jesus. കർത്താവിന് വേണ്ടി എനിക്ക് എങ്ങനെ. ബിസിനസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, തെറ്റില്ല, ചെയ്യണം, ജോലി ചെയ്യണം. But that should be connected to the kingdom of God. Amen. ജോലി ചെയ്യുന്ന ഒരാൾ 8 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല പറയുന്നത്. പക്ഷെ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ if you can know that you are doing it for God's kingdom because you love Jesus and you are connected to the Lord, then there is a great blessing in that. Amen. 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 നാലാമത് എങ്ങനെയാ പ്രൂഫ് എന്താ? What occupies your mind for thoughts most of the time? ചിന്തയിൽ എന്താ? What occupies your thought? പറയാൻ പറ്റുന്നൊന്നുമല്ല മൈക്കിൽ കൂടെ, അല്ലേ? As a man thinketh, so is he. What occupies your thought? Song of Songs, ഉത്തമ ഗീതം 8:6 വാക്യം. Song of Songs 8 verse 6. അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചു മോളെ. Song of Songs 8 and verse 6. Set me as a seal upon your heart, See, set me as a seal upon your heart. as a seal upon your arm, for love is as strong as death. See, but set me as a seal upon your heart, for love is as strong as death. അപ്പം set it as a seal in my heart. എൻ്റെ thoughts, എൻ്റെ ഒരു മുദ്ര പോലെ. Lord, set me as a seal because love is as strong as death. Lift your hands and say, Lord, I want to love you. Lord, I want to love you. I love you, Lord. Just I worship love that you, song Lord. with me. Thank you, Jesus. Thank you, Jesus.
I love you, Lord, and I lift my voice to worship you, oh my soul, rejoice. take joy, my King, in what you hear. Let it be a sweet, sweet sound in your ear. Lift your hearts to Him and sing it from your hearts. I love you, Lord. I love you, Lord, And I lift my voice. and I lift my voice to worship you, to worship you, oh my soul, rejoice. take joy, my King, in what you hear. Let it be a sweet, sweet sound in your ears. Let it be a sweet, sweet sound in your ears. Jesus, Lord. Thank you. We love you. More love, Lord. More power, Lord. Hallelujah. We worship you, Lord. Thank you, Jesus. We worship you, Lord. Sing it from your hearts. Pray from your hearts. Ask Him to fill you with His love. more love, more power, more of you in my life. More love. More love, more power, more of you in my life, and I will worship you with all of my heart, and I will worship you with all of my mind, and I will worship you with all of my strength. For you are my God. You are my Lord. For You are my God. You are my Lord. more love, more power. Oh, yes. It's more love, More love, more power, more power. more of you in my life. Jesus. More love, More love, more power, more power. more of you in my life, and I will worship you with all of my heart, and I will worship you with all of my mind. oh, And I will worship you with all of my strength. for you are my God. You are my Lord. For You are my Lord. you are my Lord. You are my Lord. Amen. Wow. Hallelujah. Hallelujah. What is the proof of love? The fifth one. എന്താണ് സ്നേഹത്തിന്റെ തെളിവെന്താണ്?
What are you willing to, or who are you willing to sacrifice yourself for? What inconveniences you is a sign of your love. എനിക്ക് ഇൻകൺവീനിയൻസ് എൻ്റെ ലൈഫിൽ ആരെ പ്രതി, എന്തിനെ പ്രതിയാണ്? ഇറ്റ്സ് എ സൈൻ ഓഫ് ലവ്. ആമേൻ. എനിക്കറിയാം ചിലവർ അവരുടെ വീടുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട് സുവിശേഷത്തിന് വേണ്ടി. അല്ല, എൻ്റെ അടുത്തൊരു ദേവദാസൻ പറഞ്ഞ, ദേവദാസൻ 2 മുറിയുള്ളൂ വീട്ടിൽ. ആ സമയത്ത് അതിൻ്റെ അകത്ത് വിശ്വാസികൾ വരും, മിഷണറീസ് വരും, വന്ന് താമസിക്കും കൂടെ, പിള്ളേരെ പഠിപ്പിക്കണം, മിഷണറീസിന് വചനം കൊടുക്കണം. ചെറിയ വീടിൻ്റെ അകത്ത് ഇവർ നിലത്തൊക്കെ കിടക്കുന്നതെങ്കിലും ഇൻകൺവീനിയന്റ്, ബട്ട് ഫോർ ദ ഗോസ്പൽ, ഫോർ ജീസസ്, സുവിശേഷത്തെ പ്രതി. What are you willing to sacrifice yourself for? കർത്താവിനെ പ്രതി. I'm willing to do this, Lord, for you. It's a sign of your love. അല്ലേ? ചിലവരൊക്കെ രാത്രി മൊത്തമൊക്കെ ഇങ്ങനെ അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. രാത്രി മൊത്തം ഉറക്കമൊന്നുമില്ല, ഇൻകൺവീനിയന്റ്, ഉറങ്ങിയിട്ട് പോലും, പക്ഷേ ടെക്സ്റ്റിംഗ് ആൻഡ് ചാറ്റിംഗ് ഓൺ ദ ഫോൺ. Why? How much more? How much more? ഈ രാത്രി കാലങ്ങളിൽ, ഇപ്പോൾ സ്പീക്കിംഗ് അബൌട്ട് ദിസ് ടൈം, ഈ രാത്രി കാലം എന്ന് പറയാം. എന്നെ ഇന്ന് ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട്. സങ്കീർത്തനം 119 Psalms 119 and 62ാം വാക്യം. Psalms 119 and the 62nd verse. Second verse. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ. അർദ്ധരാത്രിയിൽ. ഇൻകൺവീനിയന്റാ. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ, വേദപുസ്തകം പഠിക്കുവാൻ. Amen. Praise the Lord. ഓർക്കുന്നു, ലൂക്കയുടെ സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു ഫ്രണ്ട് വന്നു. വന്ന ഫ്രണ്ടിന്റെയിലും ഫുഡില്ല, വന്നവന്റെ വീട്ടിലും ഫുഡില്ല. ആ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ അർദ്ധരാത്രിക്ക് പോയെന്ന്, എന്നിട്ട് മുട്ടി. അല്ലേ? ദൈവത്തിന്റെ ആത്മാവിൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ രാത്രി സമയം എന്ന് വേണമെങ്കിൽ പറയാം, ഈ ബുദ്ധിമുട്ടുള്ള സമയം, ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ഈ സമയത്ത്, ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങൾക്ക് അപ്പം എവിടെ നിന്ന് വരും, ഫുഡ് എവിടെ നിന്ന് വരും? എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ ബിസിനസ് ഓടിക്കാൻ എൻ്റെ ഒന്നുമില്ല, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മക്കളെ വളർത്തുവാൻ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. ആ സഹായത്തിന് നോക്കുന്നവരുടെ കയ്യിലും ഒന്നുമില്ല. എന്തോ ചെയ്യും? അർദ്ധരാത്രിയിൽ നീ മുട്ടുമെങ്കിൽ, മുട്ടേണ്ടവന്റെ വാതിൽ മുട്ടുമെങ്കിൽ, നീ ഇടിക്കേണ്ടവന്റെ വാതിൽ ഇടിച്ചു മുട്ടി തുറക്കുമെങ്കിൽ, അവൻ തുറന്ന് ആവശ്യത്തിന് അപ്പുറമായി നിനക്ക് അപ്പം തരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിനക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ട്, യേശു കർത്താവില്ല. യേശുവിന്റെ വാതിക്കൽ മുട്ടുക, പ്രാർത്ഥനയിൽ മുട്ടുക. ഹല്ലേലൂയ. നിനക്കും നിന്റെ കൂട്ടുകാർക്കും നിന്റെ അയൽവക്കക്കാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ളത്, നിന്റെ ബിസിനസിന് വേണ്ടിയുള്ളത് സ്വർഗ്ഗം തുറന്ന് ഈ റിസഷൻ ടൈമിൽ നിനക്ക് വേണ്ടി റിലീസ് ചെയ്യും. ഒരു വഴിയുമില്ലല്ലോ കർത്താവേ. എന്റെ ബിസിനസ് തുറക്കുവാൻ, എന്റെ ജോലി ചെയ്യുവാൻ ഡെയിലി വേജസ് ഉണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്, കമ്പനികൾ നടത്തുന്നവരുണ്ട്. എങ്ങനെ പോറ്റും, എവിടെ നിന്ന് അപ്പം കിട്ടും? ഈ അർദ്ധരാത്രി സമയത്ത്, ഈ ലോക്ക്ഡൌൺ പീരീഡിൽ, ഇൻകൺവീനിയന്റ് ടൈമിൽ ഞാൻ എന്തോ ചെയ്യും. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട.
നീ praise the Lord എങ്ങനെയെന്നുള്ള ചിന്തിക്കണ്ട. കാറ്റ് കാണുകയില്ല, praise the Lord, hallelujah. മഴയുടെ ഒരു ലക്ഷണവും കാണുകയില്ല, ഒരു കാർമേഘം പോലും കാണുകയില്ല. എന്നാൽ വിശ്വാസത്തിൽ നീ കുഴി കുഴിച്ചു. നിന്റെ കുഴിയെ ഒരു ഓവർഫ്ലോയിങ് അനുഗ്രഹത്താൽ നിറയ്ക്കുവാൻ ആരൊക്കെ ഇന്ന് പകൽ ഇപ്പോൾ ഈ സമയത്ത് ദൈവത്തിന്റെ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഒരു ഓവർഫ്ലോവിന്റെ പകർച്ച. നിന്റെ ബിസിനസിന്റെ മേൽ ഒരു ഓവർഫ്ലോവിന്റെ പകർച്ച. Thank you, Lord. In Jesus' name. Amen. 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 Praise the Lord. Hallelujah. Amen. Amen. But inconvenient, what are you willing to sacrifice for? ചിലവരൊക്കെ എന്നെ കാണാൻ വരും, മാസ്റ്റർ വേറെ ജോലിയൊന്നും ഇല്ലാത്തതും കൊണ്ട് ഇന്ന് ഫ്രീ ആയിട്ട് ഇരുന്നതുകൊണ്ട് വന്നാക്കാന്ന് ഓർത്തു. കഴിഞ്ഞ ദിവസം ചിലവർ മെസ്സേജ് ഇട്ടു, മാസ്റ്ററെ ഇപ്പോഴെങ്കിലും ഹോപ്പ്ഫുള്ളി യു ആർ ഗെറ്റിംഗ് സം ടൈം വിത്ത് യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റുന്നത്. പല TV സ്റ്റേഷൻസിൻ്റെ അകത്തും പല മിനിസ്ട്രീസിന് വേണ്ടി വേറെ അല്ലാതെ മെസ്സേജസ് വെക്കിയായിട്ട് നേരത്തെ അത്രയും പോലും സമയിപ്പില്ല. പ്ലസ് ഹൗസ് വർക്കും. വീട്ടിലാരാ വീടൊക്കെ അടിച്ച് തൂക്കുന്നത് ഇപ്പം? എല്ലാവരും കൂടെ കൂടിയാ നമ്മൾ ചൂലെടുത്ത് കൊടുക്കുമായിരിക്കും അല്ലേ? എല്ലാവരും കൂടെ ചെയ്യേണ്ട സമയമാണ് കേട്ടോ, എല്ലാവരും കൂടെ ചെയ്യേണ്ട സമയമാണ്. Amen. 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 Praise the Lord. അപ്പോൾ പ്രൂഫ്, 5 പ്രൂഫ് വേദപുസ്തകത്തിൽ നിന്നുള്ള തെളിവ് എന്താ? കുറച്ചുകൂടെ തെളിവ് തരാം. സ്നേഹിക്കുന്നുവെങ്കിൽ what is the proof that you love God? യോഹന്നാൻ 14:15 വാക്യം. യോഹന്നാൻ 14:15. John 14:15. John 14:15. John 15:9 and 10 and John 14:23. 3 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും, ഒരു കാര്യവും കർത്താവിന് വേണ്ടി അനുസരിക്കുകയില്ല. No, that's not love. 15:9 and 10. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചു, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ, അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സ്നേഹത്തിൽ വസിക്കും. John 14:23. Jesus said, obey me, obey my word, then I and my Father will come and abide or make our dwelling with you. Yes, hallelujah. Alle? Just imagine that. See the, oh Lord, let this manifest for your children. Yes, Abba, yes. യേശുവും പിതാവും കൂടെ വന്ന് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, Amen, hallelujah. see, if you love somebody, you will love to hear their voice. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒച്ചയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പാടുന്നത്. Because I love him. He knows. You will love to hear his voice. അല്ലേ? നമുക്ക് നോട്ട്സ് എഴുതാൻ തോന്നും, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുണ്ടല്ലേ, അത് വായിക്കാൻ തോന്നും എഴുതിയത്. God's love letter, വേദപുസ്തകം. If I love him, I will obey his word. I won't argue with his word. I won't rebel against his word. അവന്റെ വചനത്തോട് ഞാൻ മത്സരിക്കുകയില്ല. എന്താരൊക്കെ ചോദിച്ചു, പാസ്റ്റർ എന്തിനാ സ്നാനപ്പെട്ടത്? എന്തിനാ? കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട്. വചനം പറയുന്നു, വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ രക്ഷ പ്രാപിക്കും. കർത്താവെ അങ്ങനെ അനുസരിക്കണം, വേറൊന്നുമില്ല. Amen. Amen. Open your mouth and say, I will obey the Lord. I will obey the Lord. Amen. Amen. സ്നേഹിക്കുന്നുവെങ്കിൽ you will love his presence.
You will love his. presence. അതാ അങ്ങനെ അവിടെ പ്രാർത്ഥന വീരന്മാരൊക്കെ എഴുന്നേക്കുന്നത്. പ്രാർത്ഥന വീരന്മാർ കർത്താവിന്റെ സാന്നിധ്യത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. പ്രാർത്ഥനയ്ക്കകത്ത് ചില സമയത്തൊക്കെ ഒരു യുദ്ധമുണ്ട്. ബട്ട് ഐ ലവ് ഹിസ് പ്രസൻസ്. Amen. അല്ലേ? I love his presence. I want to be with him. You want to spend time with the Lord. ഉൽപ്പത്തി 19:27 എബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 19:27. Genesis 19:27. എബ്രഹാം രാവിലെ എഴുന്നേറ്റു, താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. See, എബ്രഹാമിനോട് ദൈവത്തിനൊന്നും മറച്ചു വെക്കാൻ സാധിക്കുന്നില്ല. എന്നറിയാമോ? പതിവ് പോലെ എന്നൊരു വാക്കുണ്ട്. എബ്രഹാം നിന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ ദിവസവും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിൽക്കുന്നൊരു സമയമുണ്ട്. Every day. You love the Lord, you will love to spend time in his presence. കർത്താവിനെ സ്നേഹിക്കുന്നവരുമാണ് കർത്താവ് ഹൃദയത്തിലുള്ളത് പറയുന്നത്. Would you tell your enemy your secrets, your business secrets ഒക്കെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ പറഞ്ഞു കൊടുക്കും? No. You won't. But your friend, your business partner, your family, you will share. അതുപോലെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് സന്നിധിയിൽ നിൽക്കും. കർത്താവിന്റെ രഹസ്യങ്ങൾ പറഞ്ഞു തരും. Amen. 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 Hallelujah. Praise the Lord. Amen. Amen. Hallelujah. Amen. Amen. ചിലവരത്തൊക്കെ ഇന്ന് നമ്മൾ വിശ്വാസത്തിലുള്ളവരത്തെ ചിലർ പറയും കർത്താവിനെ അറിയാവോ? Yes, I know the Lord. See, I don't want to say that. I know a little bit about the Lord. 27 കൊല്ലമായി കർത്താവിനെ സേവിക്കുന്നത്. I spend time in his presence. I know a little of his word. That keeps me, you know, God reveals himself in phases. Amen. കർത്താവിനെ കഴിഞ്ഞു വല്ലതും അറിഞ്ഞതുപോലെയല്ല ഇന്ന് അറിയുന്നത്. കഴിഞ്ഞു വല്ലതും അറിഞ്ഞതിനും ഒരു വ്യത്യസ്തമായ ഒരു ഭാഗം ദൈവം എനിക്ക് ഈ കൊല്ലം കാണിച്ചു തന്നു. Amen. But I still want to know him more. That's what keeps me hungry. അതാണ് എനിക്ക് കർത്താവിനെ എനിക്ക് ഒന്നുകൂടെ അറിയണമല്ലോ. ഒരു ആചാരം പോലെ ഇന്ന് മനുഷ്യർക്ക് വിശ്വാസത്തിൽ തോന്നിയവരെ കർത്താവിനെ അറിയാം, പിന്നെ രക്ഷിക്കപ്പെട്ടതാ എന്ന് 20-30 കൊല്ലം മുമ്പ്. But there is nothing new that you know about him. As he revealed himself. See, you should never reach a stage where you know everything, you got every answer. ലൈഫിൽ എല്ലാ സൊല്യൂഷനും ഉണ്ട്, എല്ലാ ഉത്തരങ്ങളും ഉണ്ട്, ഇനി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. That is danger. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ബട്ട് ദർ ഈസ് എ പാർട്ട് വേർ കർത്താവേ അങ്ങ് ഇന്നെന്നോട് സംസാരിച്ചില്ലെങ്കിൽ, ഇന്നത്തെ അപ്പം എനിക്ക് അങ്ങ് തന്നില്ലെങ്കിൽ, എന്നോട് ഇന്ന് ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് കർത്താവേ നാളെ ഇന്ന് ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. ലോർഡ് എന്നും പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ദിവസം തോറും. And his steadfast love never ceases. His mercies, they never come to an end. They are new every morning, and great is the faithfulness of our God. Amen. പൗലോസ് പറഞ്ഞു 27 കൊല്ലം ശുശ്രൂഷ കഴിഞ്ഞിട്ട് പറഞ്ഞു I want to know him better. 27 കൊല്ലം ശുശ്രൂഷ കഴിഞ്ഞിട്ട് കൈവക്കി പറ കർത്താവേ I want to know you better. കർത്താവേ എനിക്ക് അങ്ങേ അധികമായി സ്നേഹിക്കണം. Jesus, I want to love you. Yes, Lord. Amen. മൂന്ന്, if you love him according to the word, you will love his house. കർത്താവിന്റെ ഭവനത്തെ സ്നേഹിക്കും. Oh yes. Hallelujah. സങ്കീർത്തനം 122 അതിന്റെ 1-ാം വാക്യം. ദാവീദ് പറഞ്ഞു I was glad when they said unto me, let us go into the house of the Lord. I was glad. ദൈവ ഭവനത്തോട് സ്നേഹം വരും. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഇന്റർനെറ്റിൽ കൂടെ ഒക്കെ കാണുന്നേ ഉള്ളൂ. എല്ലാ പ്രീച്ചേഴ്സിനെയും കേൾക്കും, എല്ലാ മെസ്സേജും കേൾക്കും ഒക്കെ ചെയ്യും. പക്ഷെ കർത്താവിൻ്റെ ഭവനത്തോടൊരു സ്നേഹം, ഒരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ നിന്റെ സ്നേഹത്തിന് എന്തോ ഒരു പന്തികേടുണ്ട്. എവിടെയോ ഒരു സ്വാർത്ഥതയുണ്ട്, എവിടെയോ ഒരു ഡിസീറ്റ്ഫുൾനെസ് ഉണ്ട്, എവിടെയോ ഒരു കപടതയുണ്ട്, എവിടെയോ എന്തോ ഒരു ശരിയല്ല. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ ഭവനത്തോട്
ഇപ്പം നമുക്കിനിവേ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വരാൻ പറ്റുകയില്ല. ബട്ട് there is an anticipation. സങ്കീർത്തനം 84-ന്റെ 1, 2, 3 വാക്യം മലയാളത്തിലൊന്ന് വായിച്ചു. Psalms 84 1, 2, 3. Yeah. സംഗീത പ്രമാണിക്കൂ. Psalms 84. Psalms 84. സൈന്യങ്ങളുടെ യഹോവ തിരുനിവാസം എത്ര മനോഹരം. സൈന്യങ്ങളുടെ യഹോവ അല്ല, Lovely is your tabernacle. how lovely is thy tabernacle, O Lord. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു ഒരു പോകുന്നു. വാഞ്ച. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. See, when you don't feel, ഒരു അഭിഷിക്തം പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, when you don't feel any love for God's house, or when you are okay with by not being in the house of God, it is a sign of danger that you are going to be spiritually destroyed. Out of church is for your destruction. ദൈവസഭ, ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഗ്യാതറിങ്ങിൻ്റെ അകത്തുനിന്ന് ഒറ്റപ്പെട്ട് മാറിപ്പോകുന്നത് നിന്റെ അനുഗ്രഹത്തിനല്ല, നാശത്തിനാണ്. ഒരു സംശയമില്ല, എഴുതി വെച്ചു. ദൈവസ്നേഹമുള്ളപ്പോൾ കർത്താവിൻ്റെ ഭവനം, കർത്താവിൻ്റെ സഭ. Amen. Do you love the house of God? Yes. Amen. Yesterday I asked her, Ruthine ഞാൻ ചോദിച്ചു, ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ what is the number one thing, വേറെ 2-3 പിള്ളേരോട് ഉണ്ട്, ചോദിച്ചു what is the number one thing that you want to do? റൂത്ത് എന്താ പറഞ്ഞ, KFC ആണോ? അല്ല, KFC was Leah. KFC was Leah. What did you want? Drive. You wanted to just go out for a drive. ഞാൻ ചോദിച്ചു രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം. ഇവർ പിള്ളേരത്തൊക്കെ ചോദിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളാ. ഒറ്റ ആള് പറഞ്ഞില്ല, ബാക്കി ദൈവമക്കളോടൊപ്പം സഭയിൽ വന്ന് കർത്താവിനെ ഒന്ന് ഉയർത്തുക. Amen. See, നമ്മുടെ ഹൃദയം തണുത്തു പോകരുത്. ആദ്യ സ്നേഹങ്ങളിലേക്ക് തിരിച്ചു വരണം. ഹൃദയം കഠിനമായി പോകരുത്. വാ തുറന്ന് പറയാ, കർത്താവേ, എൻ്റെ ഹൃദയം കഠിനമായി പോകാതെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടിരണമേ. ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടിരണമേ. Amen. Hallelujah. Are you enjoying the word of God? Amen. Amen. If you love God, you will love his children. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മക്കളെ സ്നേഹിക്കും. Amen. 1 യോഹന്നാൻ 3:16. 1 John chapter 3 verse 16. 1 യോഹന്നാൻ 3:16 വാക്യം. 1 John chapter 3 verse 16. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്റെ ദൈവമേ, ഇച്ചിരി കട്ടിയല്ലേ? നമ്മളും പ്രാണനെ വെച്ചു കൊടുക്കണമെന്ന് സഹോദരന്മാർക്ക് വേണ്ടി. തല വെട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. പക്ഷെ അതാ സ്നേഹം. Amen. See, there are many people who come to church sadly and say, I love the Lord. എനിക്ക് കർത്താവിന് വലിയ സ്നേഹമാണ്. പാസ്റ്ററെ, കർത്താവിനെ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഇരട്ടി പങ്ക് അഭിഷേകം വേണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. പക്ഷെ who don't love their husbands. അവരുടെ ഭർത്താക്കന്മാരോട് സ്നേഹമില്ല, ഭാര്യമാരോട് സ്നേഹമില്ല, മക്കളോട് സ്നേഹമില്ല, നാട്ടുകാരോട് സ്നേഹമില്ല, ആരോടും സ്നേഹമില്ല. പക്ഷെ കർത്താവോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുകയും ചെയ്യും. That is not വേദവസ്ത്രത്തിൻ്റെ അകത്തുള്ള സ്നേഹമല്ല. കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1 യോഹന്നാൻ 4 കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? 21 ദിവസം സ്വന്തം ഭാര്യയായിട്ട് വീട്ടിൽ കഴിഞ്ഞുകൂടാൻ പറ്റുന്നില്ല. പിന്നെ നീ എങ്ങനെ കർത്താൻ കോണസ്റ്റേൺ ചേർച്ചിൽ വന്നിട്ട് കർത്താവിനെ സേവിക്കാമെന്ന് ഓർക്കണ്ട. അയലൊക്കെക്കാരെയും വീട്ടുകാരെയും ഒക്കെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. Are you with me?
Because you don't really love the Lord. If you don't love the children of God, you cannot serve in church. You cannot serve in church. Understood, Ruth? Yes. Yeah. If you love Jesus, കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, തെളിവാ ഞാൻ പറഞ്ഞത്, വേദപുസ്തക പ്രകാരം, you will love his work. കർത്താവിന്റെ വേലയെ സ്നേഹിക്കും. Hallelujah. You will want to run Oh yes. errands for him. Oh yes. Hallelujah. Deuteronomy, നിയമാവർത്തനം 10:12 വാക്യം. നിയമാവർത്തനം 10:12 വാക്യം. നിയമാവർത്തനം 10:12. Deuteronomy 10:12. ഇംഗ്ലീഷിൽ വായിച്ചു. And now, Israel, what does the Lord your God require of you? But to fear the Lord your God, to walk in all his ways and to love him, to serve the Lord. See, love and serve goes together there. കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, വാ തുറന്നു പറ, കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ സേവിക്കും. കർത്താവിനെ സേവിക്കും. I will serve him. I will serve him. Service is the love language. സെർവ് ചെയ്യുക എന്നുള്ള, മുതലാളി കളിക്കുമെന്നല്ല, കോളറൊക്കെ പൊക്കി വെച്ച് സെർവ് ചെയ്യും. എണ്ണ എടുത്തു കൊടുക്കുന്നതാണെങ്കിലും കസാര എടുത്തിടുന്നതാണെങ്കിലും I will serve. Amen. 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 എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആ രണ്ട് കാര്യമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവിനെ സ്നേഹിക്കുന്നവർ ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിയുമ്പോൾ യു ആർ ഗോയിങ് ടു സ്റ്റെപ്പ് ഇൻ ടു സംതിങ് ഇൻക്രെഡിബിൾ. Amen. 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 Thank you, Jesus. ബെനിഫിറ്റ് ഓഫ് ലവിങ് ദ ലോർഡ് എന്താ? അറിയാവുന്നൊരു വാക്യം, എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യ, 1 കൊരിന്തോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. 1 Corinthians 2:9. അതിൽ 9th verse ഒന്ന് വായിച്ചു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ഇത്രേ ഉള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തോ, ചെവി കേട്ടിട്ടില്ല, ചെവി കേട്ടില്ലാത്തോ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല, തോന്നിയിട്ട് പോലുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു കണ്ണും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, യേശുവിനെ പിൻപറ്റുന്നവർക്ക് ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. അല്പനേരം കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ വചനത്തിന്റെ അകത്തുള്ള നിന്റെ ആത്മീയ കണ്ണുകളെ തുറക്കട്ടെ, ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്ത കർത്താവ് വെച്ചിരിക്കുക. സ്നേഹിക്കുന്നിടത്ത് സേവിക്കും. നമ്മൾ കണ്ണ് കണ്ടിട്ടില്ലെങ്കിലും ഏകദേശം നമുക്കൊരു വചനപ്രകാരം ഒരു ഗ്ലിംസ് കിട്ടും, ഒരു ഫീലിംഗ്. ഈ തോണം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നറിയോ, കർത്താവ് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, എവരിബഡി, അവിടെയുള്ള മനുഷ്യർ പറഞ്ഞു, എവരിബഡി കീപ്സ് ദ ബെറ്റർ വൈൻ ഫോർ ദ ലാസ്റ്റ്. അവസാന നാളിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം വെച്ചിരിക്കുന്നത്. തുടക്കം, സഭയുടെ തുടക്കം അത്ഭുതങ്ങളുണ്ടായിരുന്നു, അടയാളങ്ങളുണ്ടായിരുന്നു, രക്ഷ പ്രാപിക്കുന്നവർ 3000-5000 പേരൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന രക്ഷയിലേക്ക്. എന്നാൽ ഏറ്റവും നല്ല വീഞ്ഞ്, ഏറ്റവും ബെസ്റ്റ് മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവസാന നാളിലാണ്. ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ് അക്കോർഡിംഗ് ടു സ്ക്രിപ്ചർ. പ്രൈസ് ദി ലോർഡ്. ദൈവം വെച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, രുചിയുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ളത്, വീഞ്ഞിന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കകത്ത് ഈ നാളുകളിൽ the entire army of God will walk in it. Yes. Amen. Amen. Praise the Lord. Amen. Thank you. Amen. Amen. Ecclesiastes 7-ന്റെ അകത്താന്ന് തോന്നുന്നു, 8th verse-ന്റെ അകത്ത് ഒരു കാര്യത്തിന്റെ അവസാനമാണ് തുടക്കത്തെക്കാളും ശ്രേഷ്ഠം. മത്തായിയുടെ സുവിശേഷം 26-ന്റെ
27:64. മാത്യു 26:74. മാത്യു 26:74. 27. 27:64. 27:64. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ടു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും മുമ്പിലത്തേക്കാട്ടും വിഷമമായി തീരുകയും ചെയ്യുന്നു. അല്ലേ? യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്ന the last error will be worse than the first. യേശു ഉയർത്തെഴുന്നേറ്റു, എന്നാൽ അവിടെ ഒരു ലാസ്റ്റും ഫസ്റ്റും കാണുന്നുണ്ട്. യേശു അവിടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ പിശാചിന്റെ തലയെ തകർത്തെങ്കിൽ, praise the Lord, amen, അവസാന നാളിലെ കർത്താവിന്റെ ഒരു മൂവ് കർത്താവിന്റെ ശരീരത്തിൽ കൂടെ ഉള്ളത് പിശാചിന്റെ പ്രവർത്തികളെ praise God, hallelujah, hallelujah, തകർക്കുക മാത്രമല്ല പരസ്യ കോലമാക്കിയിട്ട് കർത്താവിന്റെ മഹത്വം സാധാരണക്കാരായ വിശ്വാസികൾ കൂടെ, യേശുവിനെ സ്നേഹിക്കുന്ന praise God വീട്ടമ്മയിൽ കൂടെ, hallelujah, യേശുവിനെ സ്നേഹിക്കുന്ന സ്കൂളിൽ പോകുന്ന കുഞ്ഞിൽ കൂടെ, യേശുവിനെ സ്നേഹിക്കുന്ന അധ്വാനിക്കുന്ന വയലിൽ അധ്വാനിക്കുന്ന ജോലിക്കാരിൽ കൂടെ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിൽ കൂടെ, ബസിന്റെ കിളിയിൽ കൂടെ, praise God, hallelujah, സാധാരണക്കാരിൽ പിശാചിന്റെ തലയെ തകർത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന വിധത്തിൽ ദൈവം ഒരു അഭിഷേകം ദൈവം അവസാന നാളുകളിൽ കർത്താവായിരിക്കും. സെക്കറിയ പ്രവചനത്തിലാണ് പറയുന്നത്, ലാറ്റർ ഡേ ഗ്ലോറി ഷാൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോമർ. ആദ്യത്തിലും ശ്രേഷ്ഠമാണ്. ആമേൻ. സെക്കറിയ 10:1 വായിച്ചു. സെക്കറിയ ചാപ്റ്റർ 10 verse 1. സെക്കറിയ 10:1. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പൻ. യഹോവ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചോ, ലാറ്റർ ഡേ ഉണ്ട്, ലാറ്റർ റെയിൻ ഉണ്ട്, ഫോമർ റെയിൻ ഉണ്ട്. ഇതിവിടെ ലാറ്റർ റെയിനാ. ഫോമർ റെയിന്റെ കാലത്തല്ല, ലാറ്റർ റെയിന്റെ കാലത്ത്, അല്ലേ? നിങ്ങൾ യഹോവയോട് ചോദിപ്പിൻ. ആദ്യ മഴയല്ല, അവസാനത്തൊരു മഴ വരുന്നുണ്ട്. ഈ സമയം അത് പരിശുദ്ധാത്മാവിന്റെ. നിങ്ങൾ യഹോവയോട് ചോദിപ്പിൻ വിത്ത് തണ്ടർ, അത് തന്നെ മിന്നൽ പിണർ, വിത്ത് ലൈറ്റ്നിങ്, ഇടിവെട്ടുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു മഴ വരുന്നത് പോലെ അവസാന നാളിലെ പരിശുദ്ധാത്മാവിന്റെ മൂവ് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഓർത്തുകൊള്ളണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലാറ്റർ റെയിൻ ആണ്. പ്രൈസ് ഗോഡ്. ആ മിന്നൽ പിണറോടെ with extraordinary signs and wonders. വാ തുറന്ന് പറ, I am stepping into it in the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തിലേക്ക് അതിലേക്ക് പ്രവേശിക്കുകയാണ്. റബാലബ ശംജാലാരബ അംജാരാദാല ഹദിരികടകം അച്ചലാബ്ര ദുസ്വചാദുരാനാദിബ. നിങ്ങൾക്ക് വെറുതെ സഭയ്ക്ക് തിരിക്കാൻ പറ്റിയല്ല. 10 കൊല്ലമായി വിശ്വാസിയായിട്ട് ഒരു കസാര വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്, നല്ല മെസ്സേജും കേട്ടിട്ട്. ആ കാലം കഴിഞ്ഞു. കർത്താവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ you will serve him. Serving goes together with loving the Lord. അല്ലാത്തവർക്ക് വേണ്ടി ഒരു സെറ്റ് കസാര വെച്ചിട്ടുണ്ട് അവിടെ. Amen. Praise the Lord. Hallelujah. Hallelujah. Thank you Jesus. ബെനിഫിറ്റ്സ് കൂടെ പറഞ്ഞു നിർത്തിയ 3 ബെനിഫിറ്റ്സ് ആണ്. ഒന്ന് ഡിവൈൻ ഹാബിറ്റേഷൻ. കർത്താവിനെ സ്നേഹിച്ചാൽ, ആ വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു പോയേ ഉള്ളൂ. യോഹന്നാൻ 14:23 വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ വന്ന് അവന്റെ കൂടെ വന്ന് വാസം ചെയ്യും. ആമേൻ. 2 ഡിവൈൻ പ്രൊവിഷൻ. അത് നമ്മൾ നേരത്തെ വായിച്ച വാക്കാണ്. 1 Corinthians 2:9. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്ത കർത്താവ് കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി വയ്ക്കും. 3 നമ്മൾ വായിച്ച കുറി വാക്യം, അത് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. സങ്കീർത്തനം 91:14 വാക്യം. ഡിവൈൻ പ്രൊട്ടക്ഷൻ, പ്രിസർവ്ഡ് ബൈ ദ ലവ്.
Psalms 91:14. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. യെസ്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. 91:14. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അത്രേ ഉള്ളൂ മലയാളത്തിൽ. ബിക്കോസ് ഹി സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ എന്നല്ല. മലയാളത്തിൽ ആ കുറിവാക്യത്തിൽ ഇല്ലായിരുന്നു, ഇംഗ്ലീഷിലുണ്ട്. ബിക്കോസ് ഹി സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. അതാണ് കുറിവാക്യം വായിച്ചത്. എന്നിൽ അവൻ സ്നേഹം വെച്ചിരിക്കും. വായിച്ചപ്പോൾ Because he has set his love upon me, therefore I will deliver him. Because he has set his love upon me. എന്നിൽ സ്നേഹം വെച്ചിരിക്കുന്നത് കൊണ്ട് ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ. പറ്റിയിരിക്കൽ എന്ന മലയാളത്തിൽ അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ പറ്റിയിരിക്കും. സ്നേഹിച്ചാൽ യു ആർ നോട്ട് കില്ലബിൾ. ഒരു വാക്യം എടുത്തരാ അതിനു വേണ്ടി. ഐസയ 43:3-4. ഐസയ 43:3-4 വാക്യം. 43:3-4. അതിൽ 1 തൊട്ട് 4-5 വരെ വായിക്കണം. അതിൽ രണ്ടാം വാക്യം പറയും, when you pass through the waters, നിങ്ങൾ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യെസ്. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. യെസ്. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂഷിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. 4-ാം വാക്യം അത് അണ്ടർലൈൻ ചെയ്തു. നീ എനിക്ക് വില ഏറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. Can you imagine that? നിനക്ക് വരേണ്ടതൊന്നാണെങ്കിൽ നിന്നെ തകർക്കാനാണ് നോക്കുന്നതെങ്കിൽ നിനക്ക് ഒന്നും ഏൽക്കുകയില്ല, വേറെത്തിന് പോകും. God will put somebody else in front of you. Thank you, Jesus. Amen. Because he loves you. Amen. Hallelujah. Deuteronomy 33:3-4. നിയമാവർത്തനം 33:3-4 വാക്യം. 33. നിയമാവർത്തനം 33:3-4. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. സകല വിശുദ്ധന്മാരും എവിടെ ഇരിക്കുന്നു? തൃക്കൈയിൽ. You are preserved in the love of God. തൃക്കൈയിൽ ഇരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു. അവൻ തിരുവചനങ്ങൾ തൃക്കാൽക്കൽ ഇരുന്നു. കർത്താവ് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയാവോ? കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. Amen. നീ ഓടി നടന്നിട്ട് വരാത്ത ലാഭവും മെച്ചവും നീ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുമ്പോ കർത്താവ് നിനക്കായിട്ട്. നീ ഓടി നടന്നിട്ട് ഉണ്ടാക്കാതിരുന്ന പ്രോഫിറ്റ് നീ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നാൽ നിന്റെ കാൽക്കൽ കർത്താവ് എത്തിക്കാന്ന്. വായിച്ചു. അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. മതി. 12-ാം വാക്യം. ബെഞ്ചമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ. the beloved of the Lord, വളരെ സ്നേഹിക്കുന്നു. പ്രിയൻ. തൻ സന്നിധിയിൽ നിർഭയം വസിക്കും. ദൈവസന്നിധിയിൽ നിർഭയം, ഭയമില്ലാതെ, വിത്തൗട്ട് ഫിയർ വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. ആര്? ദൈവം ബെന്യാമിനെ എല്ലാ കാലവും മറച്ചുകൊള്ളുന്നു. എങ്ങനെ മറച്ചുകൊള്ളുന്നു? അവന്റെ ഗിരികളുടെ മധ്യയെ അധിവസിക്കുന്നു. Between the shoulders he will dwell. Wow. Can you imagine that? The beloved ബെന്യാമിനെ കുറിച്ച് പറയാ. അത് കർത്താവ് പറയാ, എന്റെ കയ്യിൽ നിന്ന് ആർക്കും എടുക്കാൻ പറ്റില്ല, അവനെ ഞാൻ ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുവാന്ന്. ഇതൊരു മെസ്സേജ് അല്ല കേട്ടോ, നിങ്ങളത് അനുഭവിക്കട്ടെ.
സുരക്ഷിതമാണ്, നിർഭയം, ഭയമില്ലാതെ. ഈ കാലഘട്ടത്തിൽ മനുഷ്യര് ഭയപ്പെടുമ്പോൾ, ജീവന് വേണ്ടി ഹല്ലേലൂയ ഭാവിയെ കുറിച്ചൊക്കെ ചേർത്ത് ഭയപ്പെടുമ്പോൾ, നീ നിർഭയമായിട്ട് നിന്നെ ഇങ്ങനെ ദൈവം ഒപ്പിപ്പിടിച്ചിരിക്കുവാണ്. പ്രിസർവ്ഡ് ഇൻ ഹിസ് ലവ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നെ പ്രൈസ് ദി ലോർഡ്, അവന്റെ ഷോൾഡേഴ്സിനകത്ത് നിന്നെ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ ഒപ്പിപ്പിടിച്ചിരിക്കുകയാണെന്നുള്ള വലിയ ബോധ്യം നിന്റെ അകത്ത് ദൈവം തരട്ടെ ഇന്ന് പകൽ. പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് വലിയ സ്നേഹം നിന്റെ ഉള്ളത്തിൽ റിലീസ് ചെയ്യട്ടെ. Be blessed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക. Amen. Amen. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. Amen. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം ഒന്ന് സമർപ്പിച്ച് ആദ്യ സ്നേഹത്തിൽ നിന്നും അകന്നുപോയെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിട്ട്, കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ കൃപ തരണമേ. എന്തെങ്കിലും ഉപകരണമോ വേറൊരാളെയോ വ്യക്തിയോ എന്തെങ്കിലും വസ്തുക്കളെയോ എന്തോ ആണ് നീ കർത്താവിനെക്കാട്ടും അധികം സ്നേഹിക്കുന്നത്, അത് കർത്താവിൻ്റെ കാൽക്കൽ ഇറക്കി വെച്ച് ask the Holy Spirit to ignite your heart with love for Jesus. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും റെസിപ്രോക്കേറ്റ് ചെയ്യുവാൻ, to spend time in His presence, to hear His word, to obey Him, to value Him, to honor Him, to honor His work, to honor His servants, to honor His children, to honor His house. Because you love the Lord. Yes, Father. Thank you, Father. To love your neighbor, to love your brother, your sister, your wife, your husband, your children. ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. Thank you, Lord. കർത്താവായ യേശുവേ, എന്റെ ജീവിതത്തിൽ എന്റെ രക്ഷകനും നാഥനുമായി അങ്ങ് വസിക്കണമേ. എന്റെ ജീവിതം പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്നത് പോലെ അങ്ങേ തിരിച്ച് സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു. എന്റെ തെറ്റുകൾ, എന്റെ പാപങ്ങൾ, കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു. യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവാണ് എന്റെ നാഥൻ, യേശുവാണ് എന്റെ കർത്താവ്. Preserve me, Lord, in your love. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Lift your hands and praise Him, praise Him, praise Him, praise Him. യേശുവിന്റെ നാമത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. Thank you, Lord. In Jesus' name. Amen.